ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവലും മലരും. കണ്ടോ, അവലും മലരും അറിയാമല്ലോ, പഫ് റൈസ്. അവലും മലരും കൂടെ ചേർത്തിട്ട് ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ അതിന് ഒരു ഗ്ലാസ് അവലും മലരും കൊടുത്ത് ഒരു പാത്രത്തിലോട്ടിടുകയാണ്. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ, ആവശ്യമനുസരിച്ച് നമുക്കെടുക്കാം. ഇവിടെ ഞാൻ തേങ്ങ വെള്ളമാണിത്, കരിക്കും വെള്ളമല്ല, വെറുതെ തേങ്ങ പൊട്ടിച്ച വെള്ളം. അതൊരു അര ഗ്ലാസ്സോളം വെള്ളമുണ്ട്. ആ വെള്ളത്തിലോട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. എനിക്കിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കിട്ടിയുള്ളൂ, അപ്പോൾ ഞാൻ അതുകൊണ്ട് തൃപ്തിയാണ്. ഞാൻ അതിലോട്ട് കുറച്ച് ശർക്കര പൊടിച്ചതാണ്, ഒരു 2 സ്പൂൺ ശർക്കര പൊടി ഇടുകയാണ്. ഇനി അത് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ, കണ്ടോ, 2 സ്പൂൺ തേങ്ങാപ്പീരിയാണ് അതും കൂടെ ഇതിലോട്ടിട്ട് ഇടാം. ഞാനിട്ട് കാണിക്കുകയാണ് നിങ്ങളെ. ഇത് അരയ്ക്കാൻ പോകുന്നതിൻ്റെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇടാം. ഇത് കണ്ടോ, മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതോടെ ഇരിക്കട്ടെ. നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടതില്ല, കുതിർത്തല്ല, നമ്മൾ കഴുകിയതാണ്. അവൽ മിക്കവാറും കഴുകി തന്നെ ഇടുന്നത്. നമ്മളെ ഇവിടെ നിന്ന് വരണമെന്നല്ലല്ലോ, ഇത് വേറെ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരണത്. ഓരോന്നും കാണുമ്പം നമ്മൾ പേടിയാവുമല്ലോ. ഒരു വൃത്തിയില്ലാത്ത തരത്തിലാണ് ഇവരിതൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്കൊന്ന് കഴുകി നമ്മുടെ സമാധാനത്തിൽ നമുക്കൊന്ന് കഴുകാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇതിടുകയാണ്. മലര് വളരെ നല്ലതാണ്, വയറിന് ഒക്കെ നല്ലതാണ് മലര്. നമുക്കിത് ഒഴിച്ച് വെക്കാം, എന്നിട്ട് വേണമെങ്കിൽ ബാക്കിയിടാം. റെഡിയാണ്. വളരെ സ്വാദ് മാത്രമല്ല, ഇതിന് ഭയങ്കര ഗുണമാണ്. ഞാനത് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല രുചി. ഇത് തന്നെ കരിക്കുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് സാധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാമല്ലോ, തേങ്ങ വെള്ളം എടുത്താൽ മതിയല്ലോ. പിന്നെ ഇതിനകത്ത് നമുക്കിനി പഴം നുറുക്കിയിടാം. ചെറുപഴമായിരിക്കും ഏറ്റവും നല്ലത്. ചെറുപഴം, പച്ചക്കളപ്പഴം, കപ്പപ്പഴം, അങ്ങനത്തെ പഴമൊക്കെ കുറച്ച് തണുപ്പും കിട്ടും, നല്ലതാണ്. പിന്നെ മലരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മലരിൽ നെല്ല് പതിരില്ലേ, അതില്ലാത്ത മലര് നോക്കിയെടുക്കണം. അഥവാ ഉണ്ടെങ്കിൽ അത് കളയണം. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡ്രിങ്കാണ്. ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയതാണ്. തണുപ്പിച്ചും കഴിക്കാം. പിന്നെ ഞാൻ തണുപ്പിച്ച് കഴിക്കുന്നില്ല, ഞാനിങ്ങനെ തന്നെ കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. മധുരം ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.